എഴുതാൻ വേണ്ടി പോകുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പോൾ ഇതാ ഒരു എ3 പേപ്പറിൽ എഴുതിയത് ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ബിസ്മി മുതൽ ആമീൻ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബിസ്മി മുതലാണ് തുടങ്ങുന്നത്. നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് A4ലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്പേസിനനുസരിച്ചായിരിക്കും നമ്മൾ ആമീനെ എഴുതുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. പിന്നെ ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ ഇതെന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഞാൻ 5 mm കലം വെച്ചിട്ട് എഴുതും. ശേഷം നമ്മൾ ഒരു 3 mm കലം വെച്ചിട്ട് ഫത്തഹും കസറൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് നേരെ എഴുതാം. അത് ഞാൻ തുടങ്ങുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ബിസ്മിന്ന് എഴുതുകയാണ് കേട്ടോ. പിന്നെ ബിസ്മില്ലാഹി എന്നുള്ളതിൻ്റെ അല്ല എന്നുള്ളത് ഇവിടെയാണ് ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന 2 സ്റ്റൈലിൽ ചെയ്തിട്ട് ഞാൻ ഈ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. അതിൽ ഫസ്റ്റ് ചെയ്തില്ല, അതിൽ മുകളിൽ എഴുതിയിട്ടുള്ള ആ ഡിസൈനാണെന്ന് തോന്നുന്നു. അതായിരുന്നു ഞാൻ മുകളിൽ എഴുതിയെന്ന് തോന്നുന്നത്. അപ്പോൾ അത് നോക്കുക കേട്ടോ. വേണമെങ്കിൽ ബിസ്മി മുതൽ ഫാത്തിഹയിൽ എഴുതണം. കാരണം ബിസ്മി നമ്മുടെ ഫാത്തിഹയുടെ ആയത്താണല്ലോ. പിന്നെ നമ്മൾ ആ വട്ടത്തിൽ എഴുതുന്ന സമയത്ത് കൂടുതൽ പേരും ബിസ്മിയൊന്നും തുടങ്ങാറില്ല. പക്ഷേ ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ എഴുതിയിരുന്നു, പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടില്ല. നിങ്ങളിഷ്ടം. പിന്നെ ചിലവരൊക്കെ ഇതിൻ്റെ നടുവിലായിട്ട് ചില ആൾക്കാരൊക്കെ അള്ളാഹ് എന്ന് എഴുതാറുണ്ട് വലുതാക്കിയിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ എഴുതുന്നില്ല കേട്ടോ. എനിക്ക് അതിനെക്കാട്ടിലും ഭംഗിയായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് കേട്ടോ. കാരണം ബോർഡർ മാത്രമായിട്ട് ആണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത്. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. പിന്നെ അള്ളാഹ് എഴുതുന്ന വീഡിയോ ഇൻഷാ അള്ളാഹ് ഞാൻ സെൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഹെദ്സുലസിലാണ് എഴുതുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ എന്നായിട്ടുണ്ട്. റഹീം എന്ന് എഴുതണം. പിന്നെ ചില അലിഫുകൾക്കൊന്നും ഞാൻ ഇപ്പം തന്നെ ഇട്ടിട്ടില്ല. ഞാൻ അവസാനം ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചെറിയൊരു കാര്യം ഞാൻ മറന്നുപോയി. ഇവിടെ ഞാൻ 3.5 സെൻറ്റിമീറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു വായിക്കാൻ. സംഭവം ഞാൻ മറന്നു വന്നതിന് വേണ്ടി എഴുതിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ മറന്നു പോയാലും വിചാരിച്ച് എഴുതിയിട്ടായിരുന്നു. ഇവിടെ നമ്മളെ CM നമ്മൾ വായിച്ചിട്ടില്ല. ലാസ്റ്റ് വായിക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ സൈസ് മാറ്റിയിട്ടുണ്ട്. മറ്റേത് 4.5 ആണ് തോന്നുന്നു. 1 സെൻറ്റിമീറ്റർ ഞാൻ കുറച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കറക്റ്റ് ഇൻഷാ അള്ളാഹ് ഞാൻ വീഡിയോൻ്റെ അവസാനത്തേക്ക് പറയണ്ട കേട്ടോ എത്രയിൽ എഴുതിയത്. പിന്നെ മറ്റേ വീഡിയോയിൽ നമ്മൾ ഷോർട്സ് ആയിട്ട് വിട്ടില്ല ബിസ്മി, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഇതിനെക്കാട്ടിലും ക്ലിയർ ഉണ്ടാകാൻ മതി. അതിൽ ബിസ്മി നമ്മൾ എഴുതുന്നതല്ല, എഴുതി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നോക്കിയാലും നമുക്ക് എഴുതാൻ പറ്റും. ചെറിയൊരു വേർഡല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ ചെറിയൊരു ഫാൾട്ട് പറ്റിയ പോലെ തോന്നി. കാരണം അതിൻ്റെ 2 പുള്ളിക്ക് നല്ലപോലെ സ്പേസ് കിട്ടിയിട്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നായിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഫത്തഹും കസറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അവസാനം ഇട്ട് കൊടുക്കുകയാണ് മൊത്തത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ എത്രയിൽ എഴുതിയ സമയത്ത് റഹ്മാൻ എന്ന് വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലങ്ങനെ എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കഴിയണം എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം ചിലപ്പം കൊണ്ടിട്ടില്ലെങ്കിലോ എന്നൊരിതുണ്ട്. അൽഹംദുലില്ലാ തുടങ്ങാം. പിന്നെ അൽഹംദുലില്ലാ എന്നൊക്കെ നമുക്ക് കാലിഗ്രഫിയിലൊക്കെ എഴുതണേ ഞാൻ ഇൻഷാ അള്ളാഹ് വേഗത വിടാം. അങ്ങനെ എഴുതിയ ഒരു ഫോട്ടോ ഇൻഷാ അള്ളാഹ് ഞാനിതിൽ അവസാനം ഞാൻ പഠിക്കുന്ന സമയത്ത് എഴുതിയിരുന്നു. പിന്നെ ഞാൻ അങ്ങനത്തെ വേർഡ്സ് ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ കഴിയുകയാണെങ്കിൽ വിടാം കേട്ടോ. ഷോർട്സ് ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചിലപ്പം കാണിക്കാനും ചാൻസ് ഉണ്ട്.
പിന്നെ ഞാൻ എഴുതുന്ന ഇങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ CM എന്ന് വാങ്ങിയതാണ്. കാലിഗ്രഫി ഇങ്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. പിന്നെ ഞാൻ ഇന്ന് ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുള്ളൂ, പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ വാങ്ങുകയാണെങ്കിൽ വിചാരിച്ചിട്ടുള്ള ഒരു ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പർ എൻ്റെ കയ്യിലുണ്ട്, അതിൽ നിന്ന് വാങ്ങാമെന്നാണ്. പിന്നെ CMത്തെ ഇങ്ക് അടിപൊളിയാണ് കേട്ടോ. അവർ നമുക്ക് ക്ലാസ് തരുന്നുണ്ട്. ഒരു മാസത്തേക്ക് 500 rupees വെച്ചിട്ടാണ്. 2 മാസമാണ് അതിൻ്റെ ക്ലാസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളെ നമ്പർ അടക്കം നമുക്ക് ഇതിൽ വിടാം, കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ വരുന്നത് 550 രൂപയാണ്. ഷിപ്പ് അടക്കം 600 രൂപയാണ് വരുന്നത്. അതിൽ വരുന്നത് 24 25 കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഗ്ലോസി ഷെയ്ഡ്സും അതുപോലെ തന്നെ 3 സൈസിലുള്ള അതിലെ കലംസാണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില കലംസൊക്കെ ഞാൻ തുഞ്ചൻ ചെത്തിയിട്ട് സൈസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് ആ കലംസ്. അതുപോലെ തന്നെ അതിന് നമ്മൾ ഇങ്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ഹദസ്ലസാട്ടോ അവരെടുത്തിട്ടുള്ള ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിലേതെങ്കിലും അക്ഷരങ്ങളുടെ നുക്തകളുടെ അളവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്ത് തരുന്നുണ്ട്. ഇതാട്ടോ അവരുടെ ഇങ്ക്. ഗ്ലോസി ഷീറ്റിൽ ഞാൻ ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരും നല്ലപോലെ ഓർഗനൈസ് ചെയ്തിട്ട് തന്നെയാണ് തരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ അതിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ. അവർ ഫസ്റ്റ് ബേസിക് സ്ട്രോക്സ് എടുക്കും, ശേഷം നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കും. ഇങ്ങനെ അക്ഷരങ്ങൾ എടുക്കും, പിന്നെ കൂട്ടിയെഴുത്ത് എടുക്കും, പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ആയത്തുകളും വേർഡ്സും ഒക്കെ എഴുതും. ലാസ്റ്റിലാണ് നമ്മൾ ഇങ്ങനത്തെ സൂറത്തിലോട്ടൊക്കെ വരിക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോ ആയിട്ടോ ഷോർട്സ് ആയിട്ടോ ഒക്കെ ചെയ്ത് തരുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബി എന്ന് എഴുതി ആലമീൻ എന്നാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഇങ്ക് ചെറുതായിട്ടൊരു പ്രോബ്ലം പറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ക് റെഡി ആയിട്ട് വരാം. അത് നമ്മുടെ ഇങ്ക് റെഡി ആയിട്ടുണ്ട്, ബാക്കി ചെയ്താൽ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവസാനത്തേക്കൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കിയപ്പോൾ ഇങ്കൊന്ന് റെഡിയാക്കിയപ്പോൾ നല്ല ഭംഗിയിൽ വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഫസ്റ്റ് തന്നെ ഇങ്ക് റെഡിക്കാൻ മതിയായിരുന്നു തോന്നി. ഫസ്റ്റ് എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കളർ ഇങ്ങനെ ഡിമ്മായി വന്നു. അപ്പോൾ ഞാനൊന്ന് ഇങ്ക് വെച്ചിട്ട് കൊടുത്തു കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുവരെയാണ് നമ്മളിതിൽ കണ്ടത്. അപ്പോൾ ഇതിൽ എനിക്ക് ഇങ്ങനെ എഴുതിയപ്പം ഇവിടെ കുറച്ച് ഡാർക്ക് ആയിട്ട് തോന്നി, നല്ലൊരു കളർ തോന്നി. ബാക്കിയുള്ളത് അത്ര നല്ല കളറിലെല്ലാം തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അൽഹംദുലില്ലാഹി വരെയുള്ളത് നമ്മൾ ഒന്നും കൂടി ഇതിൻ്റെ മുകളിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഞാൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അധികം കട്ടിയിൽ ചെയ്തിട്ടില്ല, കീറിപ്പോയാലെന്ന് വിചാരിച്ചു. നിങ്ങൾ കാണുന്നില്ല ഇവിടെ നല്ലൊരു കളറുണ്ടായിരുന്നു. നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എഴുതി നമുക്ക് അർ-റഹ്മാനിർ റഹീം എന്ന് എഴുതാം. അപ്പോൾ അർ-റഹ്മാനിർ റഹീം നമ്മൾ നേരത്തെ ബിസ്മി എഴുതിയപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, അതുപോലെ തന്നെയാണ് ഞാൻ എഴുതുന്നത്. അതേ ഡിസൈൻ തന്നെ കേട്ടോ എഴുതുന്നത്. ഞാൻ എത്ര എഴുതിയപ്പോൾ അർ-റഹ്മാൻ വരെ ഇതിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ ഈ ഒരു ലൈനിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഫോറാക്കി മാച്ചില്ല, അപ്പോൾ വലിയ പ്രശ്നമില്ല. ഇത് ഫുള്ള് കൊള്ളോ ഇല്ല എന്നുള്ള ടെൻഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം എന്താ അവിടെയൊക്കെ എത്തിയപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ ടെൻഷൻ വരികയാണെങ്കിൽ നിന്നാൽ പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തു. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ എഴുതുമ്പോൾ എന്താവും, അത് ചിലപ്പം കൊള്ളാണ്ടൊക്കെ ആവും. നമ്മൾ പ്രാക്ടീസ് അനുസരിച്ച് നമുക്ക് അത് ചിലപ്പം കൊള്ളും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും അക്ഷരങ്ങളുടെ ക്ലാസ്സോ അതുപോലെ തന്നെ കൂട്ടിയത്തിൻ്റെ ക്ലാസ്സോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അർ-റഹ്മാൻ എന്ന് എഴുതിയിട്ടുണ്ട്, നമ്മൾ അർ-റഹീം എന്നാണ് എഴുതുന്നത്. അർ-റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് മാലിക് യൗമിദ്ദീൻ എന്ന് എഴുതിയാലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്, കാരണം ലൈറ്റ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ സിറ്റ് ഔട്ട് നിന്നാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ക്യാമറയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
പിന്നെ ഞാൻ ഏകദേശം യൗമി എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പം മാലിക് എന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദീൻ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഏകദേശം കുറച്ചായിട്ടുള്ള ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒന്ന് വീഡിയോസൊക്കെ ഇടാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 വീഡിയോസ് ഇട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു ലൈക്കും കൂടി വിടുക കേട്ടോ. ലൈക്ക് ഇമോജി വിടുക. കാരണം നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനോ അതിന് വേണ്ടിയിട്ടാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ യാവിനും 2 യാകൾക്കും നമ്മൾ പുള്ളി ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചത് പിന്നെ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് സ്ഥലം ഇല്ലാതായാലോ എന്ന് ഒരു പേടി. പിന്നെ ഹിലി ഇട്ട് കൊടുത്തില്ല, ഞാൻ പറഞ്ഞല്ലോ. മാലിക് യൗമിദ്ദീൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് എഴുതാം. അപ്പോൾ നമ്മൾ ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക നസ്തഈൻ എഴുതാൻ വേണ്ടി പോവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? കുറച്ചും കൂടി വലിയ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? അത് നമുക്ക് ഇത് അത്ര വലുതാക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ഇതിലാണ് എന്ത് ചെയ്യുന്നത്, A4ലാണ് എഴുതുന്നത്. അപ്പോൾ അത് A3ലായിരുന്നു. അതിൻ്റെ ഒരു വ്യത്യാസം സത്യം പറഞ്ഞാൽ നല്ലപോലെ കാണാനുണ്ടായിരുന്നു രണ്ടും വെച്ച് നോക്കിയപ്പോൾ കേട്ടോ. പക്ഷേ മറ്റേത് കുഴപ്പമൊന്നുമില്ല. ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക നസ്തഈൻ എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മറ്റേതിൽ ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക നസ്തഈനും എല്ലാം വർഷം ഞാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ ചിലപ്പോൾ ആ വലുപ്പത്തിൽ എഴുതിയാൽ കൊള്ളൂല. നഅ്ബുദു എന്നാണ് ഇപ്പോൾ എഴുതുന്നത്. പിന്നെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മദ്രസകളിലൊക്കെ ഈ കാലിഗ്രഫി മത്സരങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം. ഓക്കെ, എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. ഒന്ന് മാറിപ്പോയിട്ടോ, സോറി. അപ്പോൾ നഅ്ബുദു എന്നായിട്ടുണ്ട്. വഇയ്യാക്ക നസ്തഈനിൻ്റെ വാ നമ്മുടെ ആയിട്ട് എഴുതുന്നത്. പിന്നെ പറഞ്ഞല്ലോ കേട്ടോ, ഈ കാലിഗ്രഫി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നമ്പർ കൂടി അതിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ വാങ്ങുന്ന നമ്പർ വേണമെങ്കിൽ ഞാൻ ഇതിൽ സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ നമ്പറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതൊരു ഉസ്താദിൻ്റെ നമ്പറാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ CMൽ വാങ്ങാം. CMൽ നിങ്ങൾ ക്ലാസ്സും ഉണ്ടാവും. ഉസ്താദ് ഇന്ന് എഴുതാൻ വേണ്ടി പോവാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഏതിന് സ്ഥലത്ത് മിസ്റ്റേക്കായി എഴുതാൻ വേണ്ടി പോണ്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് എനിക്ക് അറിയാത്തത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നാൽ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് എനിക്കത് തിരുത്താമല്ലോ. ഒരുപാട് ഇലകളുണ്ടാണ് കേട്ടോ.
പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാലിഗ്രഫി ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുള്ളത്, സെൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ ആണ്, അങ്ങനെ ഒരു വീഡിയോ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ എല്ലാവരുടെയും പേര് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഞാനൊരു 10 പേരുകൾ, ഫസ്റ്റത്തെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഫസ്റ്റത്തെ 10 പേരുകൾ ഞാൻ കാലിഗ്രഫിയിൽ എഴുതും. പിന്നെ ഇംഗ്ലീഷ് കാലിഗ്രഫി ഞാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞാൻ അത്ര ആക്റ്റീവ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ റിലേറ്റഡ് വീഡിയോസൊന്നും ഇടാത്തത് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിവിടെ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കാണുന്ന എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് സിറാത്തുല്ലദീന അൻഅംത. ഞാൻ കഴിയുന്നിടത്തോളം ചെറുതാക്കുന്നുണ്ട് കേട്ടോ, നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൊള്ളില്ല എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഭാഗം മാത്രമേ ബാക്കുള്ളല്ലോ. പിന്നെ ഞാൻ ആ റെഫ്രഷ് പിക്ചർ ഏകദേശം നോക്കുന്നുണ്ട്, റെഫ്രഷ് പിക്ചർ. അപ്പോൾ എനിക്ക് വോയിസ് ക്ലിയർ ആവില്ല എന്നൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് അത്ര ക്ലിയർ ഇല്ലാന്ന് തോന്നി. കാരണം നല്ലൊരു സൗണ്ട്, എന്തൊരു സൗണ്ടുള്ള പോലൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടായ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് റെഡി ആക്കുന്നുണ്ട്. പ്ലസ് വേറൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെയായിരുന്നു ഇത്രയും നേരം പെപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്ന ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാട്ടോ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ എന്നെ കാലിഗ്രഫി പഠിപ്പിച്ച ടീച്ചറുടെ പേര് സുമയ്യ എന്നാണ്. താങ്ക് യു മിസ്. ഇതിലൊക്കെ എത്തിപ്പെട്ടത് മിസ്സിൻ്റെ ഒരു എഫേർട്ട്നെസ് കാരണമാണ്. അപ്പം മിസ്സിന് വളരെ താങ്ക്സ് കേട്ടോ. ഇത്ര ആയപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ഫുള്ള് കൊള്ളുമെന്ന്. ഞാനിതാ കുളിക്കാൻ വേണ്ടി പോകണം. നമ്മൾ ഓയിലിൽ മാവൂതി അല്ലെയും എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ പറയാനുള്ളൊരു കാര്യം അതാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആകാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഞാൻ എഴുതിയത് മനസ്സിലാത്തതോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ആവശ്യം അതില്ലെങ്കിൽ ഏതെങ്കിലും ഈ കലമയൊക്കെ എവിടുന്നാ വാങ്ങിയതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്നല്ല ഏത് വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ A4 ഷീറ്റിലാണ് എഴുതുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു, സൂറത്തുൽ ഇഖ്ലാസ് എഴുതിയ ഒരു ഇത് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഗ്ലോസി ഷീറ്റിൽ CM എന്ന് പറഞ്ഞ ഗ്ലോസി ഷീറ്റിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ.
അതാണ് ഇവരെ സംഭവങ്ങളെന്ന് പറഞ്ഞത്. അത് അവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ ക്ലാസ് എടുത്ത സംഭവമാണ് കേട്ടോ. ഇത് അവരെ ക്ലാസ്സിൽ പറഞ്ഞ സംഭവങ്ങളാണ്. ഓക്കെ, അതെനിക്കിതിലും മീൻ എന്നുള്ള സംഭവം എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വലവാലിൽ നിന്ന് ഇതാണ്. കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം എനിക്ക് കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ല കേട്ടോ. അവസാനത്തെ സ്ഥലമില്ലായിരുന്നു. എന്നാലും ഇത്രയും സംഭവങ്ങൾ ആമയും പറയുന്ന സുന്നത്തല്ലേ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ എഴുതാൻ പറ്റിയതിന് അള്ളാഹുവിൻ്റെ സ്തുതി എന്ന് പറയുകയാണ്. കാരണം അത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. A4 ഷീറ്റിൽ എഴുതി കൊള്ളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്കിതാ ഞാൻ പറഞ്ഞല്ലോ 3mm കലമുണ്ടെന്ന്. ആ കലം വെച്ചിട്ട് ബാക്കി നമുക്ക് കലാപരിപാടികൾ തുടങ്ങാം. പിന്നെ ഈ കലം ഞാൻ മാറ്റി വെക്കുന്നില്ല, കാരണം കുറേ പുള്ളിക്കുത്തുകളൊക്കെ ഡയമാർന്ന് വെച്ചിട്ടുണ്ടാവും. പിന്നെ കുറേ ഹികളുണ്ട്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഞാനിതിൽ ഇങ്ക് കുത്തി, പിന്നെ ഞാൻ വിചാരിച്ചു ഹിയിട്ടിട്ട് ബാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ അലിഫുകൾക്കൊക്കെ ഹിയിട്ടു, അലിഫിനും ലാമിനൊക്കെ ഹിയിട്ടു കേട്ടോ. പിന്നെ ഞാനിതിൽ വരച്ച വരകളൊക്കെ മായ്ക്കും, കാരണം ഞാൻ നല്ല ഡാർക്കായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു, കാരണം വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളെ കയ്യിൽ ഇത്തിരി ഇങ്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഭയക്കണം, കാരണം എവിടെയെങ്കിലും ആവുമോ എന്നുള്ള പേടിയാണ്. ചെയ്യേണ്ടത് ഒരുപാട് പ്രാവശ്യം ഞാൻ കാലിഗ്രഫി നല്ലപോലെ ചെയ്തു വരും. പക്ഷെ അവസാനമാകുമ്പോഴത്തേനും എൻ്റെ കയ്യിലുള്ള ഇങ്ക് A4 പേപ്പറിലോ അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ആ പേപ്പറിൽ ആവും. അപ്പോൾ ഏകദേശം അവസാനമായിട്ടുണ്ടാവും, പക്ഷെ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ഒരു പേജ് വെച്ചിട്ട് എഴുതാം കേട്ടോ. ഞാൻ സ്പീഡാക്കി വേഗം വേഗം ഇട്ട് തീർക്കുകയാണ്. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കണോ, അധികം ലെങ്തിഫുള്ളൊന്നും അല്ലായിരുന്നു എന്ന് വിചാരിക്കണോ. ഇനി ഇത് ലെങ്തിഫുൾ ആയിട്ടുണ്ടെങ്കിൽ സോറി, അങ്ങനെ തോന്നിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്കിനി ഇതിൻ്റെ 19 ദിവസം കാര്യങ്ങളൊക്കെയാണ് ഇടാനുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മൾ ഇത് ഇട്ടിട്ടില്ല അതിന് മുൻപ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് A4. ഇത് നമ്മൾ A3യുടെ ബുക്ക് വാങ്ങിയതായിരുന്നു കേട്ടോ, ബുക്കിലാണ് ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലാണ് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് A3യിലാണ് ഭംഗി തോന്നിയത്. അതിലാവുമ്പോൾ കുറച്ചുകൂടി അക്ഷരങ്ങൾക്കൊക്കെ നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായി പച്ച നോക്കാൻ കേട്ടോ, പച്ച ഞാൻ അപ്പുറത്ത് ചെയ്തതാണ്, അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് പഠിപ്പിക്കുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇതൊക്കെ നല്ല അട്ടയാളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പേപ്പറിൻ്റെ ഒരു സൈഡ് ചെയ്താൽ പിന്നെ മറ്റേ സൈഡ് ചെയ്യാൻ പറ്റില്ല, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തെങ്കിലും ചെറിയൊരു അടയാളങ്ങളും കൊത്തമ്പടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ കുഞ്ഞി കലം എടുത്തിട്ടുണ്ട്. കുഞ്ഞി കലം വെച്ചിട്ട് നമുക്ക് ബാക്കി കലപരിപാടികൾ ചെയ്യാം.
എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല 10 പേര് ഞാൻ എഴുതുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യാം. ബാക്കി ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാട്ടോ ബാക്കി ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫത്തവും ഗസറും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് സിംബിൾസും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള കുറച്ച് വരകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വരകളൊക്കെ നമുക്ക് മായ്ക്കാം കേട്ടോ. നമുക്ക് നേരെ മായ്ക്കാം. മായ്ക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം, കാരണം നമ്മളെ ഇങ്ക് നമ്മളിപ്പോൾ എഴുതിയിട്ടില്ലല്ലോ, അപ്പോൾ ഇങ്ക് പരക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഫുള്ള് പരക്കും. പിന്നെ ഇതിൽ ഈ ഒരു ബോർഡർ ഞാൻ വായിക്കുന്നില്ല, കാരണം സ്കെച്ച് കൊണ്ട് വരക്കേണ്ടിയായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാൻ വേണ്ടി വിചാരിച്ചു, പക്ഷേ ഞാൻ സ്കെച്ച് കൊണ്ട് വരയ്ക്കാൻ വേണ്ടി മറന്നുപോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ വരയ്ക്കാൻ കഴിയില്ല, കാരണം ചിലപ്പം തട്ടി സ്പ്രെഡ് ആയാലോ. ചിലപ്പോൾ ഞാനിത് ഉണങ്ങിയ ശേഷം വരച്ചു കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.